മക്കൾസ്, ബാബു സാറാണ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, നാളെ നമ്മുടെ ഫൈനൽ എക്സാമിനേഷന് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ചോദ്യമാണ് വിജ്ഞാപൻ തയ്യാർ കീജിയെ. നമ്മൾ ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് തന്നെ ചോദ്യം നമ്പർ 25 ചോദിച്ച ചോദ്യം നമുക്ക് നോക്കാം. ബാസാർ में एक नया इलेक्ट्रिक स्कूटर आया है. മാർക്കറ്റിൽ ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ വന്നിട്ടുണ്ട്. उसके लिए एक आकर्षक विज्ञापन तैयार कीजिए. അതിനുവേണ്ടി നിങ്ങളോട് അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് പോയിന്റുകൾ അവർ തന്നിട്ടുണ്ട്. താജ രഫ്താർ, അതിവേഗതയിലോടുന്നത്. ബഡ്തി ബാറ്ററി ക്ഷമത, നല്ല ക്ഷമതയുള്ള ബാറ്ററിയാണ്. കം റക്കർ ഖാവ് എന്ന് പറഞ്ഞാൽ മെയിൻ്റനൻസ് ഒന്നും വരാത്തത്. പിന്നെയോ ഹെൽമറ്റ് മുഫ്ത്, ഇത് വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഹെൽമറ്റ് ഫ്രീ ആയി കിട്ടുന്നു. ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അഡ്വർടൈസ്മെന്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 8 മാർക്കാണ്. അതിന് ഉത്തരം നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഇങ്ങനെയാണ്. നോക്കൂ മക്കളെ, അബ് ബാസാർ മേ ആ ഗയാ ഹെ, ഇപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നു നയ ഇലക്ട്രിക് സ്കൂട്ടർ, ഒരു പുതിയ ഇലക്ട്രിക് സ്കൂട്ടർ. എന്നിട്ട് നമ്മൾ എഴുതിയ ഫ്രീ എന്നോ കിട്ടുന്നതിൻ്റെ ചിഹ്നം കൊടുത്തിട്ട് ഹെൽമറ്റ് മുഫ്ത്, ഹെൽമറ്റ് ഫ്രീ എന്ന് എഴുതി. എന്നിട്ട് നമ്മൾ ഒരു ഇലക്ട്രോണിക് വാഹനത്തിൻ്റെ ചിത്രം ഇവിടെ കൊടുക്കണം. അവിടെ നിങ്ങൾ ചിത്രം വരയ്ക്കാത്തവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിക് സ്കൂട്ടർക്ക് ആ പിക്ചർ എന്നെങ്കിലും എഴുതി വെക്കണം. ഓക്കെ, എന്തൊരു വസ്തുവിനെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഫോട്ടോ ഉണ്ടാവണം, നിർബന്ധമാണ് വിജ്ഞാപനത്തിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ കം രക്കർഖാവ് നമ്മുടെ എഴുതി, തേജ് രഫ്താർ എന്ന് എഴുതി, ബഡ്തി ബാറ്ററി ക്ഷമത എന്നാക്കി. ഓക്കെ, എന്നിട്ട് അതിനുശേഷം നമ്മളൊരു അഡ്രസ്സ് കൊടുക്കുന്നു. അധികൃത വിക്രേത, അംഗീകൃത ഡീലർ എന്ന് പറഞ്ഞിട്ട് ജനതാ സ്റ്റോർസ് 259 കരോൾ ബാഗ്, നൈ ദില്ലി, ഫോൺ, ഇമെയിൽ. ഇങ്ങനെ എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 8 മാർക്കാണ് മക്കളെ. ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് ഒരു വിജ്ഞാപന അഡ്വർടൈസ്മെന്റ് ഉണ്ടാക്കിയിട്ട് നമുക്ക് 8 മാർക്ക് സ്വന്തമാക്കാവുന്നതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് ഇതുപോലെ മറ്റൊരു ചോദ്യം നമുക്ക് നോക്കാം. ബാസാർ മേ ഏക് നയാ മുഗലേബ്, മാർക്കറ്റിൽ ഒരു പുതിയ ഫേസ് ക്രീം റോഷ്നി ക്രീം ആയാ ഹെ, റോഷ്നി ക്രീം വന്നിട്ടുണ്ട്. ഇസ്കി ബിക്രി ബട്ടാനെ കെലി, ഇതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏക് ആകർഷക വിജ്ഞാപൻ തയ്യാർ കരി, ഇതിൻ്റെ ആകർഷകമായ ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ 8 മാർക്കാണ്. നോക്കൂ, ത്വചാക്കോ മുലായം ബനാനെ വാല, മുമ്പൊരിക്കൽ ചോദിച്ചതാണ്. നമ്മുടെ സ്കിന്നിനെ സോഫ്റ്റ് ആക്കി മാറ്റുന്നത്. ദിൻഭർ ജോഷ് പൈദാ കർമല, ദിവസം മുഴുവൻ ആവേശം നൽകുന്നത്. ഫിൽമി സിതാരോം കാ പ്യാര, സിനിമാ സ്റ്റാറുകൾക്ക് പ്രിയപ്പെട്ടത് എന്നാണ്. ഇത് നമുക്ക് എങ്ങനെ ഇതാ ആൻസർ നോക്കൂ. ആയിയെ ഇസ്തേമാൽ കീജിയെ, വരൂ ഉപയോഗിക്കൂ. എന്നിട്ട് ഫിൽമി സിതാരോം കാ പ്യാര എന്ന് നമ്മൾ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ നോക്ക്, നയാ മുഗലേബ്, പുതിയ മുഗലേബം, റോഷ്നി ക്രീം, ദിൻഭർ ജോഷ് പൈദാ കർണേവാല, അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന പോയിന്റുകളാണ്. എന്നിട്ട് ഒരു ക്രീമിൻ്റെ ചിത്രം നമ്മളിവിടെ വരച്ചു. അതിനുശേഷം ത്വചാക്കോ മുലായം ബനാനേവാല എന്ന് എഴുതിയതിനു ശേഷം നമ്മൾ അടിയിലിരുന്നു സബി മെഡിക്കൽ ദുക്കാൻ മേ ഉപലബ്ധ ഹേ, എല്ലാ മെഡിക്കൽ സ്റ്റോറുകളും ലഭ്യമാണ് എന്ന്. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 മാർക്കാണ് മക്കളെ. മറ്റൊരു ചോദ്യം നമ്മൾ നോക്ക്. ബാസാർ മേ റിംഗ് ടോൺ കമ്പനിക്ക് ഓർസെ, മാർക്കറ്റിൽ റിംഗ് ടോൺ കമ്പനിയുടെ ഭാഗത്തുനിന്ന് നയാ മൊബൈൽ ഫോൺ ആയ ഹൈ, ഒരു പുതിയ മൊബൈൽ ഫോൺ മാർക്കറ്റിൽ വന്നിരിക്കുന്നു. ഇസ്കി ബിക്രി ബട്ടാനെ കെ ലിയെ, ഉസ്കി ബിക്രി ബട്ടാനെ കെ ലിയെ, അതിൻ്റെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഏക വിജ്ഞാപൻ തയ്യാർ കീജിയെ, ഒരു അഡ്വർടൈസ്മെന്റ് തയ്യാറാക്കാൻ 8 മാർക്കാണ് ചോദ്യം. അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് നോക്കൂ മക്കളെ. അബ് ആ ഗയേ ഹെ, ഇപ്പോൾ വന്നിരിക്കുന്നു നയാ മൊബൈൽ ഫോൺ, പുതിയ മൊബൈൽ ഫോൺ, റിംഗ് ടോൺ കമ്പനി കി ഓർ സെ, റിംഗ് ടോൺ കമ്പനിയുടെ ഭാഗത്തു നിന്നും. എന്നിട്ട് ജൽദി ഖരീദിൽ ജി, വേഗത്തിൽ തന്നെ വാങ്ങൂ. എന്നിട്ട് നമ്മൾ മൊബൈലിൻ്റെ ചിത്രം നമ്മൾ ഇവിടെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് റുപ്പയ, നമുക്ക് ഇഷ്ടമുള്ളൊരു സംഖ്യ എഴുതാം അല്ലേ. നമ്മൾ എഴുതിയോ 14,500, 14,500 രൂപ നമ്മൾ ഇട്ടിരിക്കുന്നത്. 5 GB മെമ്മറി മുഫ്ത്, 5 GB മെമ്മറി ഫ്രീ ഉണ്ട്. പിന്നെ 1.5 साल की വാറണ്ടി, 1.5 साल की വാറണ്ടി എന്ന് പറഞ്ഞാൽ 1.5 വർഷത്തെ വാറണ്ടി ഉണ്ട്. अब क्रिसमस न्यू ईयर के अवसर पर, ഇപ്പോൾ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ അവസരത്തിൽ 2,000 रुपये का ഗിഫ്റ്റ് വൗച്ചർ, 2000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ അവസരക്ക ഫായ്ദ ഉഠായി, ഈ അവസരം ഉപയോഗപ്പെടുത്തുക. സമ്പർക്കക്കാരെ ഫോൺ, ഇമെയിൽ. ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 8 മാർക്കാണ്. അങ്ങനെ ഏത് അഡ്വർടൈസ്മെന്റ് എഴുതാൻ പറഞ്ഞാലും നമുക്ക് ഈ ഒരു മാതൃക സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതാൻ കഴിയണം. 8 മാർക്ക് നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം. ഓക്കെ, ബൈ.